3-4 കൊല്ലത്തെ അനുഭവം നമുക്കുണ്ട്. ബഹ്റൈനിലും ഷെയ്ഖുന സുബൈക്ക് ശേഷം ജമാഅത്ത് കഴിഞ്ഞ ഉടനെ സബക്കിന് ഇരിക്കും. ഉസ്താദ് ഇരുന്നിട്ടാണ് ഞങ്ങളൊക്കെ ഇരിക്കുക. അങ്ങനെയാണ് സാധാരണ. കാരണം സമയം അവിടെ 1 മിനിറ്റ് പോലും വെറുതെ പോകൂല. ഷെയ്ഖുന ഇരിക്കും. അപ്പോഴേക്കും ഒരാളുള്ളവരൊക്കെ അവിടെ എത്തി. അങ്ങനെ സബക്കുകൾ നടന്നാൽ ഓരോന്നോരോന്നായി തർത്തീബ് അനുസരിച്ച് കൃത്യമായി സമയബന്ധിതമായി ക്ലാസ്സുകൾ നടക്കും. ഇബാറത്തുകളിൽ പറയേണ്ടത് മുഴുവനും പറയും. അതുപോലെ എല്ലാ അനുഭൂതികളും അത് മഹത്തായ ദർസിലുണ്ടാകും. കൃത്യമായ എല്ലാം ടൈമിംഗാണ്. ടൈം വളരെ കറക്റ്റാണ്. അതുപോലെ ചായ കുടിക്കാൻ സമയമാണ്. ചായ കുടിക്കാനൊക്കെ കൃത്യമായ സമയമാണ്. അത് കൂടുതൽ സമയമൊന്നും വേണ്ട. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചായയും നാസ്തിയൊക്കെ കഴിക്കും. ബാത്റൂമിൽ പോകലും എല്ലാം വളരെ കൃത്യമായി നടക്കും. ക്ലാസ്സുകൾ മുടങ്ങുകയില്ല. അങ്ങനെയാണ് ഷെയ്ഖുനാൻ്റെ പതിവ്. ളുഹർ ബാങ്ക് വരെ ക്ലാസ് ഉണ്ടാവും. ബാങ്ക് കഴിഞ്ഞാൽ പിന്നീട് ജമാഅത്താണ്. 1-ാം സഫിൽ വലത് ഭാഗത്ത് ഷെയ്ഖുന ഉണ്ടാവും. അവിടെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ഞാൻ ഉസ്താദല്ലേ എന്ന് പറഞ്ഞ് പിന്നിൽ നിൽക്കുകയല്ല ഷെയ്ഖുന. ആ ഇമാമിൻ്റെ തൊട്ട് വലത് ഭാഗത്ത് ആദ്യത്തെ വ്യക്തി 1-ാമത്തെ വ്യക്തി ഷെയ്ഖുനയായിരിക്കും. ജമാഅത്തിൻ്റെ പതിവ് അങ്ങനെയാണ്. അപ്പോഴേക്ക് ഷെയ്ഖുന ഒളുവൊക്കെ ഉണ്ടാക്കി വളരെ കൃത്യമായി തൻ്റെ റവാത്തിബൊക്കെ നിസ്കരിച്ച് ഒരു സമയവും വെറുതെ പോകൂല. വെറുതെ കാല് നീട്ടൂല. വെറുതെ കാല് നീട്ടി അലസനായി കിടക്കുന്ന പതിവ് ഷെയ്ഖുനാക്കില്ല. അങ്ങനെയാണ് ഷെയ്ഖുനാൻ്റെ ദർസ്. ജമാഅത്തും അതിൻ്റെ സുന്നത്തും കഴിഞ്ഞാൽ പിന്നെ ഒരു വിഭാഗം ഭക്ഷണത്തിന് പോകും, മറ്റൊരു വിഭാഗം വീണ്ടും ഓതുകയാണ്. ഞാനൊക്കെ ഓതുന്നന്ന് ഞങ്ങൾ ഷറഇല്ല ഖായിദ ഖയാലി ഉൾപ്പെടെയാണ് അന്ന് ദർസ് നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. പിന്നെ ചില കാലത്തെ അസറിൻ്റെ ഉള്ളിൽ 2 സബക്കിന് സമയം ഉണ്ടാവും. അന്ന് 2 സബക്ക് നടക്കും. അല്ലെങ്കിൽ ഒരു സബക്ക് എന്താണെങ്കിലും നടക്കും. അസർ ജമാഅത്ത് കഴിഞ്ഞാൽ ഒരു സബക്ക് നിർബന്ധമായും അല്ലെങ്കിൽ 2 നടക്കും. അനുഭവങ്ങളാണ് പറയുന്നത്. ഒരു സമയവും വെറുതെ ഇല്ല. അതിൻ്റെ ഇടയിൽ കുളിക്കും. എപ്പോഴാണ് കുളിക്കൽ? വെറും 5-10 മിനിറ്റ് കുളിക്കാൻ ആവശ്യമുള്ളൂ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഷെയ്ഖുനാട് പോകണം കാണാം, കുളിച്ചുകൊണ്ട് വരുന്നതും കാണാം. അങ്ങനെയാണ് ഷെയ്ഖുനാൻ്റെ കുളി. അവിടെ ഒന്നൊരു ഒസ്വാസില്ല, ഒരു സമയം പറഞ്ഞ് നഷ്ടപ്പെടലില്ല. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ മഗ്‌രിബിൻ്റെ മുമ്പ് തന്നെ ഒളുവൊക്കെ ഉണ്ടാക്കി തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ഷെയ്ഖുന ആ വരാന്തയിൽ നടക്കും. തസ്ബീഹിലാണ് ജോലിയായിക്കൊണ്ടിരിക്കുന്നത്. പത്രം വരെ വായിക്കലില്ല, പുസ്തകങ്ങൾ വായിക്കലില്ല. അങ്ങനത്തെ യാതൊരു ലോകവും ആ ജീവിതത്തിലില്ല. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഹദീസ് കൊണ്ട് ശുഗലാകും. ഞങ്ങളൊക്കെ ഓതിയത് മുസ്ലിം ദർസാണ്. ഷറഹ് മുസ്ലിമാണ് ഓതിയിരുന്നത്. ഞങ്ങൾക്ക് ഓതി തന്നിരുന്നത്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് നൽകാൻ, താങ്ങും തണലും ദീർഘകാലം അല്ലാഹു നമുക്ക് ഇനി ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മളൊക്കെ അല്ലാഹു കുരുത്തുള്ള മക്കളായി അല്ലാഹു ആക്കുമാറാകട്ടെ. കുരുത്തക്കടിലൊന്നും അല്ലാഹു ആക്കാതിരിക്കുമാറാകട്ടെ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ വീണ്ടും സബക്ക് തുടങ്ങി. അങ്ങനെ നല്ല രസകരമായ ബഹസുകൾ ഷെയ്ഖുന നടത്തും. എല്ലാ ഷറഹും ഷെയ്ഖുനാക്ക് മനഃപ്പാടമാണ്. ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഷെയ്ഖുന പറയും, അവിടെ നിന്ന് ആ സിന്ധി ഒന്ന് വായിച്ചാണ് അറിയും. അവിടെ പ്രത്യേകം ഷെയ്ഖുനാക്ക് അത് ഓർമ്മ ഉണ്ടാവും. എല്ലാ ഷറഹും ഓർമ്മ ഉണ്ടാവും, നോക്കി വെച്ചത്. അങ്ങനെ വായിപ്പിക്കും. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. സുൽത്താനുലുലമ നമ്മളെ സദസ്സിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സൊക്കെ അല്ലാഹു നൽകട്ടെ. എല്ലാ രോഗങ്ങളും വിഷമങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. ഇരുന്നോളി. ഞാനിത് പറയുന്നത് നമുക്കെല്ലാ വിഷയത്തിലും ഷെയ്ഖുനയാണല്ലോ. ഈ സ്ഥാപനമാണെങ്കിലും
ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരാണെങ്കിലും നേരത്തെ മുഹീസുന്ന ഉസ്താദ് ഷെയ്ഖുനാൻ്റെ മദ്ഹ് വളരെ കൃത്യമായി ഇവിടെ പറയുകയുണ്ടായി. ആരാണ് ഷെയ്ഖുന എന്നത്. മുഹീസുന്ന ഉസ്താദിന് പൂർണ്ണ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരെ ഉസ്താദ് താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ്, അവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരൊക്കെ നമ്മളെ സദസ്സിൽ വരുന്നത് തന്നെ നമുക്ക് വലിയൊരു ബറക്കത്താണ്. വന്നൊന്ന് ഇരുന്ന് ഒരു അംഗീകാരം ഈ സനദിന് നൽകി തന്നാൽ അതന്നെ നമുക്ക് വലിയ കാര്യമാണ്. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഇശ വരെ അവിടെ ഒന്നും ഷെയ്ഖുന ഇതില്ല. എപ്പോഴെങ്കിലും ഒന്ന് ചെരിഞ്ഞ് കിടക്കുക, കാല് നീട്ടുക, അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല ഷെയ്ഖുനാൻ്റെ ജീവിതത്തിൽ. പ്രായത്ര ഉണ്ടെന്ന് പറയും. നമ്മളൊക്കെ ഓതുമ്പോൾ 70 വയസ്സ് ഷെയ്ഖുനാക്ക് എന്താണെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ്. 70 വയസ്സിലധികം ഉണ്ടാവും. കിട്ടൂല. എന്നിട്ട് ഞങ്ങൾ ഏശ നിസ്കാരം കഴിഞ്ഞ് അന്ന് KK പുറത്ത് രാത്രി വീടുകളിലാണ് ഭക്ഷണം, പകല് പിന്നെ ക്യാൻറ്റീനാണ്. ഞങ്ങൾ വീടുകളിലേക്ക് ഭക്ഷണത്തിന് പോയാൽ പലർക്കും പല ദൂരങ്ങളൊക്കെ ഉണ്ടാവും. ഷെയ്ഖുനാക്കുള്ള ഭക്ഷണവും ഈ ചെലവുടികളിൽ നിന്ന് വീടുകളിൽ നിന്ന് കൊണ്ടുവരും. അത് രാത്രിയും പകലും വീടുകളിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം. രാത്രി പിന്നെ മൂലന്മാർ ചെലവുകളുടെ വീട്ടിൽ നിന്നൊക്കെ ഷെയ്ഖുനാക്ക് ഭക്ഷണം കൊണ്ടുവരും. എന്നാൽ വരുന്നത് വരെ ഷെയ്ഖുനക്ക് എടുക്കില്ല. അതല്ല രസം. ഷെയ്ഖുന തൻ്റെ വളീഫകളൊക്കെ ചൊല്ലിത്തീർക്കുകയാണ്. മസലക്കുൽ ഖരീബ് എന്ന് പറയപ്പെടുന്ന തൻ്റെ ഷെയ്ഖന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇജാസത്ത് കിട്ടിയ ഒരു ദിക്റിൻ്റെ ഏടുണ്ട്, കിതാബുണ്ട്, നല്ല കട്ടിയുള്ള. അതിൽ പറഞ്ഞ ഇജാസത്ത് അനുസരിച്ചുള്ള അദ്കാറുകൾ മുഴുവനും ചെല്ലുകയാണ്. വിറുദുൽ ലത്തീഫ് ചെല്ലുകയാണ്. അങ്ങനെ മഹാന്മാരെ പുതിയാപ്പിള അദറമൂലരെ പോലുള്ള മഹത്തുക്കളിൽ നിന്ന് നിത്യവും പതിവാക്കാൻ ഫാത്തിഹൻ്റെ കുറേ ഇജാസത്തുകൾ ഷെയ്ഖുനാക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഷെയ്ഖുന എന്നോട് പറഞ്ഞ അറിവാണ് ഞാൻ പറയുന്നത്. പുതിയാപ്പിള അദറമൂലർ എന്ന മഹാനിൽ നിന്ന് ആമായി ലഭിച്ച ഒരുപാട് ഇജാസത്തുകളുണ്ട്. അതിൽ പ്രധാനമായും ഫാത്തിഹ സൂറത്തിൻ്റെ ഇജാസത്തുകളാണ്. അതുകളൊക്കെ ഓതി തീർത്ത് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ചൊല്ലി തീർക്കുന്ന പണിയാണ്. അപ്പോഴും കിടക്കല്ല. എന്നിട്ട് വന്ന് ഭക്ഷണം ഒക്കെ കഴിച്ച് രാത്രി പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും. കാരണം ദിവസമൊക്കൊന്നുമില്ലല്ലോ. ആ ഭക്ഷണമൊക്കെ കഴിച്ച് കൂടെ അവിടുത്തെ രണ്ടാമതൊരു ഖത്തീബിൻ്റെ കൂടെ ഉണ്ടാവും. അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റാൽ ഇതാത്ത അശ തമശ ആരോഗ്യം നല്ല സൂക്ഷിക്കും. അശ കഴിച്ചാൽ ഉടനെ കിടന്നുറങ്ങരുത്. ഒരല്പം എന്ത് ചെയ്യണം, തമശ ചെയ്യും, കുറച്ച് നടക്കും. അപ്പം ആ നടത്തം അവിടുത്തെ പള്ളിയിൽ ചെറിയ പള്ളിയാണ്. 100 ചില്ലാനം വലിയ മൗലവിമാർ ഓതുന്നുണ്ട്. നമ്മളൊക്കെ അവിടുത്തെ ഒരു കുട്ടി മാത്രമാണ്. അങ്ങനെയാണ്. കുട്ടി എന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മുടെ ഉസ്താദ് ഷെയ്ഖുനാൻ്റെ ഒരു കുട്ടിയാണെന്ന് അർത്ഥം. അവസാനിക്ക് പെണ്ണെട്ടി കുട്ടികളുണ്ട്, അത് വേറെ അർത്ഥമാണ്. അങ്ങനെ അത് ഷെയ്ഖുനാൻ്റെ ഒരു ബർക്കത്താണ്. പെണ്ണെട്ടി കുട്ടികളുള്ള നിന്നെ മുത്തല്ലിബാക്കുക എന്നുള്ളത് അത് ഷെയ്ഖുനാൻ്റെ ഒരു കറാമത്താണ്. ഞാൻ അവിടെ ആദ്യമായി മദ്രസയിലാണ് ചെന്നത്. മദ്രസയിൽ ചെന്നപ്പോൾ എൻ്റെ ശരീക്ക് തങ്ങൾ ഉസ്താദിനെ പോലത്തെ ഉസ്താദന്മാരാണ്. ഞാൻ അവലപ്പം പോയി ഇരിക്കും, മുന്നിലിരിക്കും, വായിച്ചു കൊടുക്കും. ചില സഫാത്താണെങ്കിലും ചോദിക്കും. അങ്ങനെയാണല്ലോ. ചോദ്യമൊന്നും പത്ര ഉഷാറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഷെയ്ഖുനാക്ക് മനസ്സിൽ പതിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു കണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് മദ്രസ ഉണ്ടല്ലേ, ആ മദ്രസയും കൂടി ഒഴിവാക്കിയാൽ 2 കൊല്ലം ഓതേണ്ടത് 1 കൊല്ലം ഓതിയാൽ പോരെന്ന് ചോദിച്ചു. ഒഴിവാക്കാൻ പറഞ്ഞില്ല. ഞാൻ കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു. കമ്മിറ്റിക്കാർ ആ കൊല്ലം സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ കത്ത് കൊടുത്തിട്ട് പോലും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അതും ദീൻ തന്നെയല്ലേ, പോലെ ബുദ്ധിമുട്ടാക്കണ്ട, അടുത്ത കൊല്ലം നേരത്തെ ആക്കാം. ഷെയ്ഖുനാൻ്റെ ആ മനഃശാസ്ത്രപരമായ ഇടപെടൽ, ആ സൈക്കോളജിക്കലായ ഇടപെടൽ അവിടെ കർശനമാക്കുകയല്ല ചെയ്തത്. അങ്ങനെ പിറ്റത്തെ കൊല്ലം ഞാൻ ഒഴിവാക്കി. ഞാൻ എന്ത് ചെയ്തു, ഖാലിസായ മുത്തല്ലിമായി ഓതി വരെ കൂടുതൽ തങ്ങൾ ഉസ്താദിനെയൊക്കെ കൂടുതൽ അങ്ങനെ ഒരു ശരീക്കായിട്ട് ഓതാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ കിതാബ് ഓതി. അതിൻ്റെ ഇടയിലാണ് വലിയൊരു പരീക്ഷണം.
പരീക്ഷണം. എന്താണ് പരീക്ഷണം? ഗൾഫിൽ നിന്നൊരു കത്ത്. എന്താ കത്ത്? ഇവിടെ നല്ല ശമ്പളമുള്ളൊരു ജോലിയുണ്ട്, ഇവിടെ നല്ല ശമ്പളത്തിനൊരു ജോലിയുണ്ട്, ആ പാസ്പോർട്ട് കോപ്പി ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്നൊരു കത്ത്. പെരയിലാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ്, കുറേ വിഷമാണ്. ഞാനാണെങ്കിൽ മുഴയിലാണ്. മുഴയിൽ പറഞ്ഞാൽ അറിയാലോ, അമ്മൽ മുഴയിലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൽ ഇയാലിഹി മുതവക്കില. അവിടെ മുതവക്കിലായിരിക്കാൻ പാടില്ലാത്ത ആളാണ് ഞാൻ ജോലി ചെയ്യേണ്ട ആളാണ്. കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോഴാണ് കത്ത് വരുന്നത്. ഇങ്ങനെ നല്ലൊരു ട്രാൻസ്ലേഷൻ ജോലി, നല്ല ശമ്പളമുള്ള ജോലി. അപ്പോൾ ട്രാൻസ്ലേഷൻ ജോലി ഞാൻ എന്ത് ചെയ്തില്ല, അവിടുന്ന് ചോദിച്ചില്ല, പുറത്തുനിന്ന് ഞാൻ ചോദിച്ചില്ല ഷെയ്ഖുനാനോട്. ലീവിന് പെരയ്ക്ക് വെള്ളിയാഴ്ച നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പെരയിൽ വന്നു അവിടുത്തെ കൊലായി മുസ്തഫ കശാലയിൽ ഇരിക്കുകയാണ് ഷെയ്ഖുന. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷയം പറഞ്ഞ് ഇങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, വിസ, വലിയൊരു ശമ്പളത്തിൻ്റെ ഓഫറുള്ള വിസ വന്നിട്ടുണ്ട്, ഞാൻ എന്താ വേണ്ടത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇസ്തിഖാറ ചെയ്ത് നോക്കിയായിരുന്നു. ഇസ്തിഖാറ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയാലോ, 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവോട് ദ്വാരക്കുക, പോണോ പോണ്ടേ. അപ്പോൾ പോകണം തോന്നിയാൽ പോവുക, പോണ്ട തോന്നിയാൽ പോണ്ടെന്താ, അതാണ് ഇസ്തിഖാറത്ത്. എനിക്ക് ഈ കത്ത് കിട്ടിയിട്ട് ഒരാഴ്ച കഴിക്കണത്, ഇതുവരെ നിസ്കരിച്ചിട്ടില്ലെങ്കിലും വെയ്ക്കണ ഇസ്തിഖാറത്തൊക്കെ നടത്തിയിട്ട് പോകണമെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 2 റക്അത്ത് നിസ്കരിച്ചാലും തന്നെ കിട്ടുള്ളൂ, പോകണം തന്നെ കിട്ടുള്ളൂ. അത് നമുക്കും അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അതാണ് നമ്മളെ സ്ഥിതി. അപ്പം ഞാനെന്ത് പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ ചാരി കിടക്കണ ഷെയ്ഖുനോട് നീർന്നിരുന്നൊരു ചിരിയൊക്കെ ചിരിച്ച് സന്തോഷമായിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ ഇൽമോണ്ട് ജോലിയായാൽ മതി, നിങ്ങൾക്ക് അള്ളാഹു എല്ലാം തരുമെന്ന് പറഞ്ഞു. അതെന്നെ നമുക്കൊരു കിട്ടലായി, എല്ലാം തരുമെന്ന്. എന്നിട്ടാണ് വിശദീകരിച്ചു. ഒരു മനുഷ്യനെ ഹജ്ജല്ലേ, ഇപ്പോൾ ഒരു കൊല്ലം 2 ഇല്ലായിട്ടാണ് എന്താ പറ്റുക. 2 ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 പോകും. അങ്ങനെയാണ് ഞാൻ ഹജ്ജിന് പോണത്. ഷെയ്ഖുനാൻ്റെ പ്രഖ്യാപനമാണ്, ഒരു മനുഷ്യനെ ഹജ്ജല്ലേ നിങ്ങൾ ചെയ്തോളും. പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു വീടില്ലാണ്ട് അത് അള്ളാഹു തരും. അൽഹംദുലില്ലാ, മാന്യമായ വീട് അള്ളാഹു തന്നിട്ടുണ്ട്. നമ്മൾ ആ വാക്കിൽ ഉറച്ചിക്കണം. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഗൾഫിക്കല്ല, അത് ഇടയ്ക്കിടയ്ക്ക് പോകാം. എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അന്ന് നുസ്രത്തില്ലല്ലോ, അന്ന് നുസ്രത്ത് കോളേജൊന്നും ഇല്ലല്ലോ, ഞാൻ ഓതുന്ന കാലത്തല്ലേ. ഗൾഫിക്കല്ല, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാറില്ല. ഈ 3 വാക്കൊന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിക്ക് ഇപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് എന്നെ വിളിക്കുകയാണ്, ബഹ്റൈനിൽ നിന്ന് വിളിക്കുന്നത്, കുവൈത്തിൽ നിന്ന് വിളിക്കുന്നത്, പോകാൻ നേരം ചായിട്ടാണ്. അങ്ങനെയാണ് നമ്മളെ ഗൾഫിക്കുള്ള പോക്ക്. ആ പറഞ്ഞ 3 വാക്കും പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ ആഖിബത്തും നന്നാക്കി തരട്ടെ. കുരുത്തുള്ള കൂടുതൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം അവിടുന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഉറച്ചു നിന്നപ്പോൾ നമുക്കൊരു പ്രയാസമില്ല, ഒരു വിഷമവും, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ അനുഭവം ഇതിൽ വലിയ കറാമത്ത് വേറെന്താ. പിന്നെ ആദ്യമായി ഹജ്ജിന് പറഞ്ഞയച്ചത് ആരാ? ഉസ്താദാ. 94 ഷെയ്ഖുന ഉംറക്ക് പോയി. 94 ഷെയ്ഖുന റബീഉൽ അവ്വലിൽ ഉംറക്ക് പോയി. വന്നപ്പോൾ ഞാൻ ഷെയ്ഖുനാനെ അന്ന് ഞാൻ ദർസ് തുടങ്ങിയിട്ട് 4 കൊല്ലമായിക്കണ്. 90 ദർസ് തുടങ്ങിയിരിക്കണം. 90, 91, 92, 93, 94, 5-ാം കൊല്ലം. അപ്പോൾ 5-ാം കൊല്ലം ഷെയ്ഖുന ഉംറക്ക് പോയി. ഞാൻ ഒതുക്കങ്ങ കാണാൻ വേണ്ടി വന്നപ്പോൾ അത് ഞാൻ ഫത്തുൽ മൊയ്നിൽ ഹജ്ജിൻ്റെ ബാബ് ഓതി കൊടുക്കുന്ന സമയമാണ് കുട്ടികൾക്ക്. അപ്പം ഞമ്മക്കും തന്നെ അത് കുറേ പരിചയമില്ലാത്ത ആളെ ഓതി കൊടുക്കണത്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു നുക്സാന് നമുക്കുണ്ടാവും. എന്താണ് ഈ സംഭവം എന്ന് ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. അങ്ങനെയാണല്ലോ ഹജ്ജിൻ്റെ ബാബ് ഓതി കൊടുക്കുമ്പോൾ. അപ്പോൾ ഷെയ്ഖുന അവിടെ പോയി ഉംറ കഴിഞ്ഞ് വന്ന് അവിടുത്തെ ലദ്ദാത്തുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ഓരോ വിഷയം ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ ഷെയ്ഖുന അങ്ങനെ ആവേശത്തോട് കൂടിയിട്ട് അത് പറഞ്ഞു തന്ന് പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എന്താ പത്ര ചോദിച്ചറിയാൻ, ഒന്നാട് പോയി നോക്കിയാൽ എന്താ ചോദിച്ചു. എന്താ നിങ്ങൾക്ക് ഒന്നാട് പോയാൽ? ഞാൻ ഒരു കളി കാരണം നമുക്ക് ആലോചിക്കാൻ വരെ കഴിയൂല. അന്ന് എൻ്റെ ഫസ്റ്റിൽ ഹജ്ജിൻ്റെ പോക്കിൻ്റെ തുടക്കം. എന്താ പോയി നോക്കിയാൽ? ഞാൻ ഒന്നും മുണ്ടിയില്ല. ഞാൻ പറഞ്ഞു തരാനുള്ള മാർഗം, റമദാനാകുമ്പോൾ ഉംറ വിസ അടിച്ചുകൊണ്ട് പോവുക. ഷെയ്ഖുന പറഞ്ഞു തരിക. എന്നിട്ട് ഉംറ കഴിഞ്ഞ് ഹജ്ജും കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുക. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിയമത്തിനെതിരല്ലേ ചോദിച്ചു.
നിയമം എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യാനും അവിടെ താമസിക്കാനും പാടില്ല എന്നാണ്. ഇബാദത്ത് എടുക്കണവർക്കൊന്നും നിയമം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹജ്ജ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കൂല, അവിടുന്ന് പോരും. KL 29 P 7273 എർട്ടിക കാർ നിലവിൽ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും മാറ്റി പാർക്ക് ചെയ്യണം. കേട്ടിട്ടുണ്ടല്ലോ? KL 29 P 7273 ആ നമ്പറിൻ്റെ വണ്ടിക്കാർ ഒന്ന് മാറ്റിക്കൊടുക്കും. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോളലൊരു ശരിയായില്ല, ഷെയ്ഖുനാക്ക് പിടുത്തം കിട്ടിയില്ല. അപ്പം എന്നോട് ചോദിച്ചു, കൊല്ലം പോകില്ലെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ കാര്യമായിട്ടൊന്നും മൂളിയില്ല. ഞാനാ പറഞ്ഞത് കൊല്ലം പോകണമെന്ന്. പോകില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്ന പറഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞ വാക്കാ. ഞാനാ പറഞ്ഞത് കൊല്ലം പോകണമെന്ന്. കൊല്ലം പോകില്ലെന്ന് വെച്ചു. പോകുന്ന അങ്ങനെ ഞാനത് ഉള്ളിൽ വെച്ച് ആരോടും മുണ്ടിയില്ല സംഭവം. കാരണം മുണ്ടാനുള്ള സാഹചര്യം നമ്മൾ എടുത്തില്ല. അങ്ങനെ ഞാൻ നാഗൂരിൽ സിയാറത്തിന് ചെന്നപ്പോൾ ഞാനും മുത്താലിമീങ്ങളും കൂടി ഷഹബാൻ മാസത്തിൽ സിയാറത്തിന് ചെന്നപ്പോൾ കുട്ടികളൊക്കെ കുളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഞാനൊരു മൂലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ പ്രായമുള്ള ജട പിടിച്ചൊരു വയസ്സൻ എന്നെ വിളിച്ചു. ഒരു വയസ്സായ ഒരാൾ എന്നെ വിളിച്ചു, മേടി വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തേക്ക് ചെന്നു. നാഗൂർ മക്കാമെന്നുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ നമ്മളെ ഇളങ്ങൂർ തങ്ങൾ പാപ്പയാണ്. അത് അവിടെ സീറ്റുണ്ട്, അത് കുഴപ്പമില്ല. അവിടെ ഇട്ട് സീറ്റ്. അല്ലാഹു അക്ബർ. നമ്മളെ തങ്ങന്മാരെ ദറജൊക്കെ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ഞങ്ങളൊക്കെ ഷെയ്ഖുനാൻ്റെ എടുത്ത് ഓതിയ ആൾക്കാരാണ്. അവിടെ ഇരുന്നോളി. ഞാനിത് മുത്തഖരിജീങ്ങളായി പുറപ്പെടുന്ന ആലിമീങ്ങൾക്ക് ഒരു ഗുണപാഠത്തിന് വേണ്ടിയിട്ട് പറയാണ്. ഞാൻ പറയുന്നതല്ല. റയീസുലുലമ ഇടക്കിടക്ക് എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങളാ കടലാസ് കീറിയിട്ട ആളല്ലേ അത്? ഏത് വിസൈ? നിങ്ങളാ വിസാറിലെ കടലാസ് കീറിയിട്ട ആളല്ലേ എന്ന് ഇടക്കിടക്ക് ചോദിക്കലുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടി ചോദിച്ചേക്കണ് എന്നോട്, നിങ്ങളത് കീറിയിട്ട ആളല്ലേ എന്ന് ചോദിച്ചേക്കണ് നമ്മളോട്. ഒക്കെ എപ്പോഴും റയീസുലുലമൻ്റെ കൽബിൽ പതിഞ്ഞു കിടക്കുന്ന സംഭവങ്ങളാണ് ആ സംഗതിയൊക്കെ. അങ്ങനെ ഞാൻ നാവൂർത്തി എന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ജട പിടിച്ച ഒരാൾ എന്നെ വിളിച്ചു, മാടി വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ ഒരു പിടി ഇത് ഗോതമ്പ് എന്നിട്ട് അത് പ്രാവിനിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ മുറ്റത്തിട്ട് കുറേ പ്രാവുണ്ട്. നാഗൂർ മക്കാമിൽ ഞാൻ ഇട്ട് കൊടുത്തു. എന്നെ പേര് വെച്ചു. എൻ്റെ പേര് അലി കൊല്ല ഹജ്ജ് ചെയ്യുന്ന. ഞാൻ അന്ന് കണ്ടതാണ് ആ വയസ്സിനെ. അതിൻ്റെ ശേഷം ഞാൻ കുറേ തിരഞ്ഞു നോക്കിക്കണം. അയാളെവിടെയും കോൾ വെച്ചിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് കണ്ടതാണ് നാവൂരത്ത് നിന്ന് ആ കാഴ്ച. അലി കൊല്ലം ഹജ്ജ് ചെയ്യും. ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഒതുക്കുങ്ങെന്ന് പറഞ്ഞിട്ടുള്ളൂ കൊല്ലം പോകണമെന്ന്. അപ്പോൾ ഇങ്ങനെ തീരുമാനം എല്ലായിടത്തും നടപ്പായി. അത് നടപ്പാക്കാൻ ഭൂമിയിൽ ഔലിയാക്കണത് ആരാ? ഷെയ്ഖുന വെച്ചിട്ടാണ്. എന്താ ഷെയ്ഖുനാൻ്റെ പദവി വെച്ചിട്ടാണ്? ഷെയ്ഖുനാൻ്റെ പദവിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഞമ്മക്കൊക്കെ ഷെയ്ഖ് അതന്നെ മതി. വേറെ അങ്ങേപ്പുറൊന്നും തെണ്ടി നടക്കേണ്ട ആവശ്യം നമുക്കില്ല. അള്ളാഹു നമുക്ക് കദമ് തരട്ടെ. ഉറച്ച കദമ് വേണം, ഇളകരുത്. ഉറച്ച നിലപാട് വേണം നമുക്കൊക്കെ. പ്രത്യേകിച്ച് ആലിമീങ്ങൾക്ക് നല്ല നിലപാട് വേണം. ഈ പരീക്ഷണങ്ങളാണ് ഇവിടെ വരാൻ പോണത്. ഈ യുക്തിവാദത്തിൻ്റെ ലോകമാണ് വരാൻ പോണത്. റിബറലിസാണ് ഒരു ഭാഗത്ത് വരാൻ പോണത്. സമൂഹത്തിൽ മുഴുവനും വളരെ മോശപ്പെട്ട മലീമസമായ അന്തരീക്ഷങ്ങളാണ് കടന്നു വരുന്നത്. നമ്മൾ കൂടുന്ന സദസ്സുകൾ വളരെ വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പങ്കെടുക്കുന്ന മേഖലകൾ വളരെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ബേജാറ് പിടിച്ച അവസ്ഥയ്ക്ക് നമുക്ക് പോകാനുള്ളത്. കുരുത്തത്തിൽ നിലകൊണ്ടാൽ എല്ലാ കുരുത്തും അല്ലാഹു നമുക്ക് തരും. നമ്മളായിട്ട് തീരുമാനം ഉണ്ടാക്കരുത്. ഞാനതെപ്പോഴും എന്ത് വിഷയത്തിന് റയീസുലുലമയോട് വന്ന് ചോദിക്കും. ചോദിക്കാതെ ഒരു സംഗതിയും ചെയ്യൂല. അവിടെ വന്ന് ചോദിക്കും. ഒരു എന്നോട് ചോദിക്കുകന്നെ ചെയ്തു, ഞാൻ നിങ്ങളെ വാപ്പയാണോ ചോദിച്ചോട്. അപ്പം അവരോട് ചോദിച്ചാണ് ഞാൻ നിങ്ങളെ വാപ്പയാണോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വേറെ ഏതാ വാപ്പാന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഞാൻ തന്നെയാണ് നിങ്ങളെ വാപ്പ പറഞ്ഞു. എൻ്റെ വാപ്പയാണ് റയീസുലുലമ. ഞാൻ അങ്ങനെയാണ് ഉസ്താദിനെ കാണൽ. അനുഭവം പറയാണ്, വെറുതെ പറയല്ല. അതങ്ങനെ നിൽക്കി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ നമ്മളോട് കൊടുക്കും. നമ്മൾ ബന്ധപ്പെടണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഉസ്താദുമാരുമായുള്ള സമ്പർക്കം. അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഇതിലെല്ലാം ഉണ്ടല്ലോ ഇവർ പഠിപ്പിച്ചു തരാത്ത എന്താ?
ഒരു തരീക്കത്ത് പഠിപ്പിച്ച് തന്നിട്ടില്ലേ? തഖ്വ അറിഞ്ഞാൽ തന്നെ എന്താ 3 സംഗതിയാണ് തഖ്വ അറിഞ്ഞാൽ തന്നെ. ശരീഅത്ത് ഇല്ലേ, ഇങ്ങനെ കിതാബിലാക്കി പറഞ്ഞത് ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്. ശരീഅത്ത് തന്നെ 3 വകുപ്പാണ്: അഖീദ, ഫിഖ്ഹ്, ഇഹ്സാൻ. അതല്ലേ അങ്ങനെയല്ലല്ലോ? ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ 3 വകുപ്പാണ് ശരീഅത്ത്. അതിന് ദീന് എന്ന് പറയും. ശരീഅത്ത് പറഞ്ഞാലും ദീന് പറഞ്ഞാലും ഒക്കെ മാറ്റം ഒന്ന് തന്നെയാണ്, സംഗതി ഒന്ന് തന്നെയാണ്. പേര് തസ്മിയത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇതൊക്കെ മഹാന്മാർ കിതാബ് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയല്ലേ? ശരീഅത്ത് 3 സംഗതിയാണ്: ഈമാന്, അതുപോലെ തന്നെ ഇസ്ലാം, ഇഹ്സാൻ. 3 അതിലുണ്ട്. ഈമാൻ തന്നെ 3 മർത്തബയാണെന്നാ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഏതാ താഴ്ന്ന മർത്തബ? അസ്ഹാബുൽ യമീൻ്റെ മർത്തബ. 2ാം മർത്തബ ഏതാണ്? മുഖറബീങ്ങളെ ദറജ. 3ാമത്തെ ഏറ്റവും ടോപ്പ് മർത്തബ ഏതാ? സിദ്ദീഖീങ്ങളെ മർത്തബ. അങ്ങനെ 3 മർത്തബയിൽ നമ്മളെ ഈമാൻ എത്തിച്ചേരണം. അത് താഴ്ന്ന മർത്തബ ഏതാ? അസ്ഹാബുൽ യമീൻ്റെ മർത്തബ ഏതാ? അത്തസ്ദീഖുൽ ജാസിമു മാ ഇംകാനി തശക്കുക്കി അവി തസൽസുലി ലൗ ജാഅ മാ യഖ്തളിഹി. ഹദ്ദാദ് തങ്ങളെ ഇബാറത്താണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം ഹദ്ദാദ് തങ്ങൾ ആ പറഞ്ഞ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ മുരീദിനോട് ഒരു വസിയ്യത്ത്. എന്താ ഒരു മുരീദിനോട് പറഞ്ഞ വസിയ്യത്ത്? വഅലൈക ബിൽ ഇക്താരി മിൻ ഖിറാഅത്തിൽ ഹദീസി വത്തഫ്സീരി വമിൻ മുതാലഅത്തിൽ കുതുബിൽ ഖൗമി വമിൻ മുതാലഅത്തിൽ കുതുബിൽ ഖൗമി അമ്മത്തൻ. ബഹുമാനപ്പെട്ടവരുടെ ഇബാറത്താണ്. ബഹുമാനപ്പെട്ടവർ അലൈക്ക മുരീദിനോടുള്ള നിർദ്ദേശമാണ്. എന്താ നിർദ്ദേശം? അലൈക്ക നീ ലാസിമാക്കിക്കോ ബിൽ ഇക്താർ, വർദ്ധിപ്പിക്കലിനെ. എന്ത് വർദ്ധിപ്പിക്കുക? മിൻ ഖിറാഅത്തിൽ ഹദീസി വത്തഫ്സീർ, ഹദീസും തഫ്സീറും. അവിടെ ഖിറാഅത്ത് എന്ന് പറഞ്ഞു. വമിൻ മുതാലഅത്തി കുതുബിൽ ഖൗമി, മഹാന്മാരുടെ കിതാബുകൾ ശരിക്കും മുതാലഅ ചെയ്യാം. ഇത് വർദ്ധിപ്പിച്ചോ? ഫഹാദാ ഫത്ഹുൻ ആമുൻ വസുലൂകുൻ താമുൻ. എന്നിട്ട് മൂപ്പര് പറയാ ഫഹാദാ ഫത്ഹുൻ ആമുൻ വസുലൂകുൻ താമുൻ. അതാണ് താമായ സുലൂക്ക്. ത്വരീഖത്തൊക്കെ വരണമെങ്കിൽ ആദ്യം സുലൂക്ക് വേണം. 3 ഋട്ടുവല്ലേ? സുലൂക്ക്, സൈർ, ഉസൂല്. ഇതൊക്കെ പഠിച്ചിട്ടാണ് ത്വരീഖത്ത് വാങ്ങാൻ പോവുക. നമ്മൾ ശരിക്കും പഠിക്കണം. ഇതൊക്കെ കിതാബിൽ മഹാന്മാർ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും പോയി കണ്ട്, പണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഞാൻ കണ്ണൂർ ഷെയ്ഖിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ ഷെയ്ഖിൻ്റെ പ്രത്യേകത വെച്ചു. അയാൾ അർദ്ധരാത്രിയെ കുളിക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് കട്ടക്കാലം നീ വരാൻ പോണെന്ന് അറിയില്ല. അർദ്ധരാത്രിയെ കുളിക്കുള്ളൂ, വെളുക്കുണ്ടാവില്ല, ടോർച്ചൊന്നും പറ്റൂല, മെഴുകുതിരി കത്തിച്ചിട്ട്, അതും പോയിട്ടേ കുളിക്കുള്ളൂ. എന്നിട്ടോ സാധാരണ എല്ലാവരും മുങ്ങിനോടത്തല്ല മുങ്ങുക, കാടും പൊന്തിയൊക്കെ നിറഞ്ഞോടത്ത മുങ്ങുക, മെഴുകുതിരിയാണേനും. എന്നിട്ട് മൂപ്പര് ഒറ്റയ്ക്ക്, മൂപ്പര് കൂടെ ആരും മുങ്ങാൻ പാടില്ല. ഷെയ്ഖിൻ്റെ ഒരു നിർദ്ദ മുങ്ങിയാലോ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ പൊങ്ങുള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ ഷെയ്ഖ് തവളയിക്കാരൻ നിർത്തി, അത്ര മുങ്ങാൻ കഴിയണമല്ലോ, വേറെ ആരുമില്ല. അങ്ങനെ പറയാൻ പറ്റിയ ആളാണ്. അപ്പോൾ മൂപ്പർക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയണ ചങ്ങായി അവിടെ എവിടെയെങ്കിലും മുങ്ങിയിട്ട് ഒരു പൊന്തര ഉള്ളിൽ പൊന്തിക്കുണ്ടാവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് പൊങ്ങയിക്കാരങ്ങൾ ടോർച്ച് കൊണ്ടാവാൻ പാടില്ല, വെളുക്ക് പാടില്ല, കാറ്റത്ത് കേട്ടിട്ട് ഒരു മെഴുത്തിരി അർദ്ധരാത്രി കത്തിച്ച് പോയി. നിങ്ങളത് കെടാതെ ഉത്തർക്കുമ്പോൾ ഇയാൾ മുങ്ങണവും പൊങ്ങണവും നിങ്ങൾ കാണുമോ? ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്തോ ഒഴിവായിക്കണ്ടായിരുന്നു. ഇന്ത്യ ചോദിച്ചു, നിങ്ങൾ വെറുതെ തരാം പൊന്തര ഉള്ളിൽ പൊന്തിക്കുക, നിങ്ങൾ കണ്ടുപിടിച്ച് ചേർത്ത്. അപ്പോൾ അതിൽ പെടാൻ പോണ ഇതാണ് അവസ്ഥ. ഇതിൻ്റെ അസലും ഫസലും ഒന്നും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അല്ല, നമ്മൾ മുതാലഅ ചെയ്യണം. അതാണ് അലൈക്ക, നീ നിർബന്ധമാക്ക് ബിൽ ഇക്സാർ മിൻ ഖിറാഅത്തിൽ ഹദീസി വത്തഫ്സീരി വമിൻ മുതാലഅത്തി കുതുബിൽ ഖൗമി അമ്മത്തൻ. ഫഹാദാ ഫത്ഹുൻ ആമുൻ വസുലൂകുൻ താമുൻ. ഇതാണ് താമായ സുലൂക്ക് എന്ന് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ റിസാലത്തുൽ മുആവന എന്ന റിസാലയിൽ പറഞ്ഞത് നമുക്ക് ശരിക്കും എന്ന് ഓതി കൊടുത്താൽ കുട്ടികൾക്ക്. ഇന്നിപ്പോൾ അത് ഓതി കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല കിതാബുകൾ മുതാലഅ ചെയ്യാം. കിതാബുകളിലെല്ലാം ഉണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ മുജ്തഹിദാണ്. മൂപ്പരെ കിതാബ് പഠിച്ചാൽ മതി. 7 വജഹിൽ കൂടി പിശാചി നമ്മളെ പറ്റിക്കുന്ന, 7 നിലക്ക് പറ്റിക്കുന്ന ഒരു പിശാചി മനുഷ്യൻ്റെ ഹൃദയങ്ങളെ 7 നിലക്ക് പറ്റിക്കും.
അടിസ്ഥാനപരമായ 4 തരം പറഞ്ഞു. ഒന്ന് എന്താണ്? പിശാചി. ഒന്ന് നമ്മളെ കൽബിൽ ഖവാത്തിർ വരല്. ഖവാത്തിർ പറഞ്ഞാൽ എന്താ? ആസാറും തഹദുസു ഫീ ഖൽബിൽ അബ്ദി, അടിമന്റെ കൽബിൽ ഉണ്ടായിത്തീരുന്ന കുറെ ആസാറുകൾ. തബ്അസുഹു ഇലൽ അഫ്ആലി അവി തുറൂക്കി, ചെയ്യാനും ചെയ്യാതിരിക്കാനും പ്രേരിപ്പിക്കുന്ന കുറേ ചിന്തകൾ നമ്മളെ കൽബിൻ്റെ ഉള്ളിൽ ഉണ്ടായിത്തീരും, നമ്മളെ മനസ്സിലുണ്ടായിത്തീരുന്നതാണ് ഖവാത്തിർ എന്ന് പറയുന്നത്. 4 സൈസ് ഉണ്ട് എന്നാ. ഖവാത്തിർ 4 ഐറ്റം ഉണ്ട്. ഏതാ ഖവാത്തിർ? 4 ഐറ്റം. ഒന്ന് ഇൽഹാമി, മറ്റൊന്ന് ഹവായി, മറ്റൊന്ന് ഇബ്തിദായി, മറ്റൊന്ന് ശൈത്താനി.